അങ്ങനെയൊന്നുമില്ല, എങ്കിലും OTT വന്നാൽ നമ്മൾ എന്തെങ്കിലും കാണും. ഭയങ്കര ഡീപ്പ് സ്റ്റോറിയൊന്നും അല്ല, നമ്മൾ പ്രതീക്ഷ ഭയങ്കര സ്ക്രിപ്റ്റ് വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട്. അങ്ങനെ കഥയായിട്ട് പറയാനായിട്ട് അങ്ങനെ കാര്യമൊന്നുമില്ല. വിഷ്വലി കൊള്ളാം, പൊളിയായിട്ടാണ്. നല്ല പടം, VFX ഒക്കെ അടിപൊളിയാണ്. മൊത്തലായി എന്നിട്ട് കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു, കഥ നീട്ടി വലിച്ച്, എന്നാലും കൊള്ളാം. ഇത് പറയാനായിട്ട് ഏലിയൻ്റെ ക്വാളിറ്റി കൊള്ളായിരുന്നു. ഇല്ല അങ്ങനെയൊന്നുമില്ല. ഗ്രാഫിക്സ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. നമുക്കൊരു ബോറടിക്കത്തില്ല, കണ്ട കിഡ്സിനൊക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തു. ഇല്ല നന്നായിട്ടുണ്ടായിരുന്നു. അതെ, സെയിം അഭിപ്രായം തന്നെ. വലിയ ബോറിംഗ് ഒന്നും അങ്ങനെ തോന്നിയില്ല. പിന്നെ ഗ്രാഫിക്സ് ബോറില്ലായിരുന്നു. ഇപ്പോൾ തമിഴിലൊക്കെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ബഡ്ജറ്റിൻ്റെ ഇഷ്യൂസൊക്കെ കൊണ്ടിട്ട് ഗ്രാഫിക്സ് ഒക്കെ ബോറാവാറുണ്ട്. പക്ഷെ ഇങ്ങനെ നമുക്ക് ബാഡായിട്ട് തോന്നിയില്ല, കൊള്ളായിരുന്നു. എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ല. സിനിമ കാണാനാണ് എൻ്റെ ഒരു ശീലം. അവിടെ ചെന്നിട്ട് അല്ലെങ്കിലും കാണാൻ നല്ല എൻ്റർടൈൻമെൻ്റ് ആണ്. ശിവകാർത്തികൻ്റെ മൂവിയെ കാണാൻ നല്ല എൻ്റർടൈൻമെൻ്റ് ആണ്. നമ്മൾ 2.5 മണിക്കൂർ പോയത് അറിഞ്ഞില്ല, നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ല, എങ്കിലും OTT വന്നാൽ നമ്മൾ എന്തെങ്കിലും കാണും. നെഗറ്റീവായിട്ടൊന്നുമില്ല. എന്തിരൻ്റെ നമുക്ക് ചെറിയൊരു ഫീൽ അടിക്കും. അത് അതിൽ തന്നെ പറയുന്നുണ്ട്. എന്തിരൻ മൂവി കണ്ടായിട്ട് ഒരു സംഭവം അതിൽ തന്നെ പറയുന്നുണ്ട്. ബാഡായിട്ടൊന്നുമില്ല, നൈസ് പടമാണ്, കാണാം. ഇല്ല കൊള്ളാം, കുഴപ്പമില്ല, കണ്ടിരിക്കുക. ഫസ്റ്റ് ഹാഫ് ഫുള്ള് കോമഡി ആയിരുന്നു, സെക്കൻഡ് ഹാഫ് കുറച്ച് സീരിയസ് ആയിട്ട് കയറിയെങ്കിലും കൊള്ളാം. കൃഷി അങ്ങനെയൊന്നും തോന്നിയില്ല. മറ്റേ മാവീരൻ ടച്ച് വരുന്നുണ്ട്, സൂപ്പർ പവറൊക്കെ കിട്ടുന്നുണ്ട്, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. ഇന്നത്തെ രാവിലെ തൊട്ട് കണ്ടതിൽ 3ാമത്തെ പടമാണിത്. പക്ഷെ പറയുകയാണെങ്കിൽ ഒരു പൊങ്കലിന് കാണാൻ പറ്റിയ ഒരു പടം. അല്ലാതെ എന്താ പറയുക, ഒരു പിള്ളേരായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് കണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സയൻസ് ഫിക്ഷൻ പോലത്തെ രീതിക്കുള്ള ഒരു മൂവിയാണ്. പിന്നെ ശിവകാർത്തികന് ഏലിയനായിട്ടുള്ള റിലേഷൻസ് എല്ലാം പൊളിയായിരുന്നു. പടം കണ്ട് കരഞ്ഞൊന്നുമില്ല, കാരണം രാവിലെ തൊട്ട് തുടരെ 3 പടം കാണുമ്പോൾ ഒരു ഫീൽ ഉണ്ടാവില്ല, ആ ഒരു രീതിയിലാണ്. പക്ഷേ എനിക്ക് ക്യാപ്റ്റൻ മില്ലറും ഇപ്പോൾ ഇതും കൂടെ ആയപ്പോൾ അത്യാവശ്യം കൊള്ളാം. തമിഴിൽ നിന്ന് ഇറങ്ങിയ 2 പടം അത്യാവശ്യം നല്ല നിലവാരമുണ്ട്. ഇതൊരു എന്താ പറയുക, ഒരു സയൻസ് മോഡിൽ കൊണ്ടുവന്നൊരു ഇതാണ്. കൊള്ളാം, പൊളിയായിട്ടാണ്. കുഴപ്പമില്ല, കണ്ടുണ്ടെങ്കിൽ ഇരിക്കാം, ഹൈപ്പിനില്ല. പോസിറ്റീവ് VFX നല്ലതാണ്, VFX വർക്കൗട്ടായിട്ടുണ്ട്. ബാക്കി സ്റ്റോറിയും സ്ക്രീൻ പ്ലേ ആണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. എല്ലാം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അല്ലാതെ ബാക്കി പെർഫോമൻസ് എല്ലാം കൊള്ളാം. വിഷ്വലി നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ കഥയായിട്ട് പറയാനായിട്ട് അങ്ങനെ കാര്യമൊന്നുമില്ല. വിഷ്വലി കൊള്ളാം. അല്ല, VFX എല്ലാം നന്നായിട്ടുണ്ട്. പിന്നെ കുറച്ച് കോമഡി ഒക്കെ ഉണ്ട്, കുറച്ച് ചിരിക്കാനൊക്കെ ഉണ്ട്. അങ്ങനെ തോന്നിയില്ല. ഇടയ്ക്ക് നോർമലി യോഗി ബാബുവിൻ്റെ കുറച്ച് കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കമ്പയറിംഗ് വിത്ത് എന്തിരൻ, AR റഹ്മാൻ്റെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ കുറച്ചുകൂടെ പ്രതീക്ഷിച്ചു, എക്സ്പെക്ട് ചെയ്തു. അത്രയ്ക്കില്ല, കണ്ടിരിക്കാം, 1 ടൈം വാച്ചബിളാണ്. കിഡ്സിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. കിഡ്സ് ആൻഡ് ഫാമിലിക്കൊക്കെ വരുവാണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടും. നല്ല ഫിലിമാണ്. പിന്നെ അങ്ങനെ സ്ക്രിപ്റ്റ് വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട്. VFX വൈസ് നൈസാണ് പടം. VFX നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. 1 ടൈം വാച്ചാണ്, കുഴപ്പമില്ല. കുറച്ചുകൂടെ സ്ക്രിപ്റ്റ് ഒന്ന് സ്ട്രോങ് ആക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. എർത്തിൻ്റെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള നാശം സംഭവിക്കുക, അങ്ങനത്തെ രീതിയിലുള്ള ജേണലാണ്. ഏതെങ്കിലും പടമായിട്ട് കമ്പയർ ചെയ്യാൻ പൊതുവേ ഈ ബേസിക് തമിഴ് പടങ്ങൾ, ഈ ഫാമേഴ്സിൻ്റെ ലാൻഡ്, അങ്ങനത്തെ കുറച്ച് എക്സാക്റ്റ് അതല്ല, ഇത് കുറച്ച് സയൻസ് ഫിക്ഷനും കൂടെ ചേർത്ത് കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഫിലിം കൊള്ളാം. പ്രതീക്ഷ പോലെ നല്ല VFXും വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര ഡീപ്പ് സ്റ്റോറിയൊന്നും അല്ല, നമ്മൾ പ്രതീക്ഷ പോലെ ഭയങ്കര ആഴമുള്ള സ്റ്റോറിയൊന്നും അല്ല. എന്നാലും കാണാൻ വിഷ്വൽ എക്സ്പീരിയൻസ് ഉണ്ട്, കോമഡി ഉണ്ട്. തീർച്ചയായിട്ടും 1 ടൈം വാച്ചാണ്. തിയേറ്റർ എക്സ്പീരിയൻസിന് നല്ലതാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് AR റഹ്മാൻ്റെ ആണ് മ്യൂസിക് വരുന്നത്. നല്ല എക്സ്പീരിയൻസ് ആണ്. കോമഡി വർക്കൗട്ടായിട്ടുള്ളൊരു മൂവിയാണ്. യോഗി ബാബുവിൻ്റെ ഒക്കെ ഒരുപാട് കോമഡി ഉണ്ട്. സീരിയസ് ആയിട്ടുള്ള സമയത്തും നമുക്ക് ആ ഒരു മീൻസ് ഭയങ്കരമായിട്ട് ഒരു ഇമോഷണലായിട്ട് പോകാണ്ട് കുറച്ച് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ മൂവിയാണ്.